ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മട്ടൻ കറിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു നാടൻ കറിയാണിത്. അപ്പം, ചപ്പാത്തി, അതുപോലെ തന്നെ ചോറ് എല്ലാത്തിൻ്റെയും കൂടെ നന്നായിട്ട് ഉള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഈ മട്ടൻ കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈസി മട്ടൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3/4 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളി, സവോള, ചെറിയ ഉള്ളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പം വഴറ്റുന്ന സമയത്ത് കറക്റ്റ് അതിൻ്റെ അളവും എല്ലാം പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പം ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, കഷ്ടി 1 സ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ച് വെച്ചത്, അതുപോലെ തന്നെ ഇഞ്ചി ഒരു കുഞ്ഞ് കഷ്ണം എടുത്തിട്ടുള്ളൂ. വെളുത്തുള്ളി ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കേട്ടോ. ഇത് രണ്ടും കൂടി ഇതിൽ വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് ചുമന്ന കളറൊന്നും വരണ്ട കേട്ടോ, കുറച്ച് വഴന്നാൽ മതി. ആ സമയത്ത് നമ്മൾ ഒരു 150 ഗ്രാം ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞായിട്ട് അരിഞ്ഞാലും മതി. അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളിയും ഇവിടെ ഒരു വിധം വഴന്ന് വന്നിട്ടുണ്ട്. അത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നോക്കൂ, സവോള ഇവിടെ ചെറിയ രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റാം. മട്ടൻ കറിയിൽ എപ്പോഴും കുരുമുളക് പൊടി കൂടുതൽ ഇടുകയാണെങ്കിൽ മട്ടൻ്റെ ആ ഒരു സ്മെല്ല് അധികം വരാതെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ചിലർക്ക് മട്ടൻ്റെ സ്മെല്ല് അത്ര ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ആ സ്മെല്ലൊന്ന് കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണിത്. ഇവിടെ 3/4 കിലോ ആണ് മട്ടൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് കൊടംപുളി ഇട്ടിട്ട് വെച്ച വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അങ്ങനെ ചെയ്താലും മട്ടൻ്റെ ആ സ്മെല്ലൊന്ന് പോകാനായിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. കുടംപുളി ഇട്ട് വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ മട്ടൻ്റെ സ്മെല്ല് പോയി കിട്ടും. അതുപോലെ നമ്മൾ ഏത് മീറ്റ് ആയാലും അധികം നേരം വെള്ളത്തിലിട്ട് വെക്കാതിരിക്കാൻ നല്ലത്. പെട്ടെന്ന് തന്നെ കഴുകി എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ് കുക്ക് ചെയ്യുമ്പോൾ. ഇപ്പം ഞാൻ ഈ മട്ടൻ കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇവിടെ ഈ കറിയിലേക്ക് ഇനിയിപ്പോൾ ഇത് നമുക്ക് വേവാനുള്ള 1 കപ്പ് വെള്ളം ഒഴിക്കണം. ഞാൻ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ കറിയിലേക്ക് ഒഴിക്കുന്നത്. നന്നായിട്ട് ഇത് ഇളക്കിയിട്ട് അതിലേക്ക് 2 തണ്ട് വേപ്പിലിട്ട് കൊടുക്കാം. വേപ്പിൽ മുറിച്ചിടുമോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇട്ടാലും മതി. അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ കുക്കർ 2 വിസിൽ കേൾക്കുന്ന വരെ നമുക്ക് വിസിലടിക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 വേവിൽ നമുക്ക് എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചും കൂടി വേവിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 2 വിസിലടിച്ച് ഇത് വേവിക്കാം. കുക്കർ 2 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മളെ കുക്കർ 2 വിസിൽ വന്ന് ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് പാനോ നിങ്ങൾ ഏത് പാത്രത്തിലാണ് വെക്കുന്നത് അതെടുത്തോളൂ. ഞാനിതിൽ ഇപ്പം മൺചട്ടി എടുത്തതേ ഉള്ളൂ. അതിലേക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 2 വെളുത്തുള്ളി, 2 ചുവന്നുള്ളി ഒന്ന് ചതച്ചതാണ്. ഞാൻ ഇടികല്ലിൽ വെച്ച് ചതച്ചിട്ട് അതാണ് ഇട്ടിട്ടുള്ളത്. അതൊന്ന് മൂക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ നമ്മൾ ഉള്ളി ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ തീ ഫുൾ സിമ്മിലേക്ക് നല്ലതായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടത്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കാം. കരിയാതെ നോക്കണത്. തീരെ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും പെട്ടെന്ന്. ഇതിലേക്ക്
1 സ്പൂൺ പെരിഞ്ജീരകവും 1 സ്പൂൺ ഗരം മസാലയാണുള്ളത്, അതിട്ട് കൊടുക്കുകയാണ്. വീണ്ടും ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതാ നമ്മൾ മസാലയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ആ മട്ടൻ ഉണ്ടല്ലോ, അത് കുക്കറിൽ നിന്ന് ഇതിലേക്ക് ഇടാം. ഇതാ മട്ടൻ ഇവിടെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇത് ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇതാ നമുക്ക് ആ മട്ടനിലുണ്ടായിരുന്ന ആ വെള്ളം അടക്കം കുറച്ച് വെള്ളം ഇതിലുണ്ട്. ഇത് നമുക്കിനി ഒന്ന് നന്നായി വേവിച്ച് ഈ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റും കൂടി ഇനി വേവ് ആവശ്യമുണ്ട്. എന്നാൽ ഈ മസാലയൊക്കെ നമ്മൾ വഴറ്റി ചേർത്ത മസാല ഉണ്ടല്ലോ, പൊടികളെല്ലാം അത് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊന്ന് നമുക്ക് മൂടിയിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് വരെ വേവിക്കാം. നമുക്ക് ഈ മട്ടൻ കറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ ഇതിൽ നമുക്ക് വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ, ഇങ്ങനെ ഉപയോഗിക്കാം. അതല്ല നമ്മളിപ്പം ചപ്പാത്തി, പൊറോട്ട, അപ്പം അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നതെങ്കിൽ 1 കപ്പ് നാളികേരപ്പാൽ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മറ്റോണായാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇതാകുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഗ്രേവിയൊക്കെ കൂടുതൽ കിട്ടും. അങ്ങനെ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതാ ഞാനിതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് വരാൻ വേണ്ടി ഇട്ടിട്ടുള്ളതാണ്. അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. ഇപ്പോൾ ഇതാ ജസ്റ്റ് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതായത് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ 2 പച്ചമുളക് നടുകെ പിളർന്നിട്ട് ഇങ്ങനെ ഒരു ഭംഗിക്ക് ഇടുന്നതന്നേ ഉള്ളൂ കേട്ടോ. അതും കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ കറിക്കകത്ത് തക്കാളി ഉപയോഗിച്ചിട്ടില്ലേ. നിങ്ങൾക്ക് തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു കുഞ്ഞ് തക്കാളി 4 കീറിയിട്ട് ഇങ്ങനെ ഇട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി. ഈ ആവിയിൽ തന്നെ അത് വെന്തോളും. ഇതിൻ്റെ കൂടെ തക്കാളി വഴറ്റാതിരിക്കുകയാണ് ഈ കറിക്ക് നല്ലത്. അപ്പോൾ നമ്മളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.